ഇപ്പോൾ PS പ്രശാന്ത് ദേവസ്വം പ്രസിഡന്റ് സംസാരിക്കുന്നു. അതിലേക്ക് കോടതിയുടെ നിരീക്ഷണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമല്ലേ, അപ്പോൾ അത് അങ്ങനെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യും. അപ്പോൾ അക്കാര്യം സ്റ്റാൻഡിംഗ് കൗൺസിലിനെ അറിയിച്ചു കഴിഞ്ഞു, എല്ലാം അറിയിച്ചു കഴിഞ്ഞു. അത് സംബന്ധിച്ച് എന്തെങ്കിലും രേഖകളൊക്കെ നമ്മൾ രേഖകളല്ലല്ലോ, അതൊക്കെ നമുക്ക് എന്താണോ ഞങ്ങളുടെ അഭിപ്രായമായി പറയാനുള്ളത് സ്റ്റാൻഡിംഗ് കൗൺസിലോട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കൗൺസിൽ അത് കോടതി അറിയിച്ചിട്ടുണ്ട്. കോടതി നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും, അനുസരിക്കും. അന്ന് വന്നത് പിഴവാണെന്ന് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നു? ഞാൻ പറയുന്നത് പിഴവല്ല, അതെങ്ങനെ പിഴവെന്ന് പറയാൻ പറ്റും? അല്ല, പിഴവെന്നല്ല ഞാൻ പറയുന്നത്. സ്വാഭാവികമായും അന്ന് കോടതി എന്താ പറഞ്ഞത്, 2019 സ്വർണ്ണക്കൊള്ള മറച്ചു വയ്ക്കാനാണ് സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കാതെ പോയത് എന്ന് പറഞ്ഞാൽ അതൊരു അനുമാനമാണ്. ആ അനുമാനം ശരിയാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് അറിയിക്കാതെ പോയതിലൊരു വീഴ്ച വന്നിട്ടുണ്ടല്ലോ, സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ പോയതിലൊരു വീഴ്ച വന്നിട്ടുണ്ടല്ലോ. സംഗതി എല്ലാം പ്രൊസീജിയറും പാലിച്ചാണെങ്കിലും സ്പെഷ്യൽ കമ്മീഷൻ അറിയിച്ചിട്ടില്ലല്ലോ, അതൊരു വീഴ്ച തന്നെയല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിലായിരിക്കും കോടതി അങ്ങനെ അനുമാനിച്ചത്. അതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ തിരുവാഭരണ കമ്മീഷണർക്കും എക്സിക്യൂട്ടീവ് ഓഫീസർക്കും അസിസ്റ്റന്റ് ലോ ഓഫീസർക്കൊക്കെ ഞങ്ങൾ അതുമായി എന്തുകൊണ്ടാണ് നിങ്ങൾ അറിയിക്കാത്തതെന്ന് വിശദീകരണ നോട്ടീസും കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെതായ നടപടിക്രമങ്ങൾ ആയി മുന്നോട്ട് പോകും. മറ്റൊരു കാര്യം, ഈ ഇന്നിപ്പോൾ കാണാതായെന്ന് കരുതുന്ന സ്വർണം കണ്ടെത്തിയതായിട്ട് പറയുന്നു. അപ്പോൾ ഇത് ഒറിജിനൽ സ്വർണ്ണമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടും അന്വേഷണത്തിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന മികച്ച രീതിയിലല്ലേ SITയുടെ അന്വേഷണം നടക്കുന്നത്. അവർ ഉറപ്പായിട്ടും അത് കണ്ടെത്തും. അത് CCയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും. സ്വർണം കണ്ടെത്തും എന്നുള്ളതാണ്. കണ്ടെത്തണ്ടേ, സ്വാഭാവികമായി അതിനാണല്ലോ ബഹുമാനപ്പെട്ട കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നത്, SITയുടെ അന്വേഷണം നടക്കുന്നത്. തത്തുല്യമായ അളവിൽ കണ്ടെത്തിയാൽ മതിയോ? അതെല്ലാം അന്വേഷണ സമിതി മികച്ച രീതിയിൽ അന്വേഷണം നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ നല്ല ആത്മവിശ്വാസമുണ്ട്. കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്നതായതുകൂടി കൊണ്ട് തന്നെ കൃത്യമായും അത് കണ്ടെത്തുമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പ്രസിഡന്റ് എപ്പോഴും പറയാറുണ്ട്, അയ്യപ്പന്റെ ഒരു തരി പൊന്നു പോലും ഒരിക്കലും നഷ്ടപ്പെടില്ല, അങ്ങനെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് തിരികെ കിട്ടും എന്നുള്ളതാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് വിശ്വാസം. തിരികെ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഈ അന്വേഷണം നടക്കുന്നത്. മികച്ച രീതിയിലാണ് അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരികെ കിട്ടും, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അല്ല, അതിൽ അന്നത്തെ ഒരു മൂല്യം കണക്കാക്കി ഏതെങ്കിലും സ്വർണം കിട്ടിയാൽ മതി. അയ്യപ്പന്റെ സ്വർണ്ണത്തിന് മൂല്യം കണക്കാക്കാൻ പറ്റും? അതൊക്കെ ഞാൻ ആധികാരികമായി പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടല്ലേ അന്വേഷണമൊക്കെ നടക്കുന്നത്. അതങ്ങനെ തന്നെ സംഭവിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭഗവാന്റെ ഒരു തരി പൊന്ന് പോലും നഷ്ടപ്പെടാൻ പാടില്ല. അത് എങ്ങനെയാണ്, മൂല്യമാണോ മൂല്യമല്ലേ എന്നൊക്കെ പറയുന്നത് ഞാനല്ല. അതൊക്കെ സ്വാഭാവികമായി അതിന്റെ ഭാഗമായി അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണം നടത്തുമ്പോൾ കുറ്റവാളിലേക്ക് എത്തുമ്പോൾ അത് പറയിപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരായ ഒരു നടപടി, അവർക്കൊരു നിയമോപദേശമൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആ വിഷയത്തിൽ ഇടപെടുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എന്തെങ്കിലും നിയമോപദേശം? അല്ല, നിയമോപദേശം കിട്ടി. പക്ഷെ നമുക്ക് ഈ അന്വേഷണം നടന്ന കുറ്റവാളികളാണ് എന്ന് വിധിക്കപ്പെട്ടാൽ മാത്രമല്ലേ നമുക്ക് അവരുടെ ആനുകൂല്യങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അന്വേഷണം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരട്ടെ, അപ്പോൾ നമുക്ക് ആലോചിക്കാം. ഈ അന്വേഷണം മുരാരി ബാബുവിലും ഒറ്റയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിൽക്കുകയാണ്. കൂടുതൽ ഉന്നതങ്ങളിലേക്കൊന്നും പോകുന്നത് കാണുന്നില്ല. അതൊക്കെ നടന്നോളും. അതൊക്കെ ഉന്നതങ്ങൾ അതിൽ ബന്ധമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അന്വേഷണ സമിതി കണ്ടെത്തും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു സർക്കാരിൻ്റെ ഭാഗമായി നിയമിച്ച അന്വേഷണ സമിതി അല്ല. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയുടെ ഡയറക്റ്റായിട്ടുള്ള നിരീക്ഷണത്തിൽ നടക്കുന്നൊരു അന്വേഷണമാണ്. അപ്പോൾ അത് ശരിയായ രീതിയിൽ തന്നെ അന്വേഷണം പോകും. ശരിയായ കുറ്റവാളികളിലേക്ക് അന്വേഷണം എത്തും എന്ന് തന്നെയാണ് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അതൊക്കെ സർക്കാരൊക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. ദേവസ്വം ബോർഡ് അധ്യക്ഷൻ PS പ്രശാന്താണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായകമായ നീക്കം SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. വിറ്റു എന്ന് പറയുന്ന, ഉണ്ണികൃഷ്ണൻ പോറ്റി വിൽപ്പന നടത്തിയെന്ന് പറയുന്ന സ്വർണം കണ്ടെത്തിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിന് SIT സംഘം എത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബംഗളൂരിൽ ശ്രീരാംപുരയിൽ എത്തിയിട്ടുമുണ്ട്.